എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ദീപാവലി സ്പെഷ്യലായിട്ട് 2 വിഭവങ്ങൾ നോക്കാം. ആദ്യം റിബൺ പക്കോട. അതിന് നമുക്ക് 1 കപ്പ് കടലമാവിന് നമുക്ക് 2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. 1 കപ്പ് കടലമാവിന് 2 കപ്പ് അരിപ്പൊടി. നമ്മൾ ഏത് കപ്പിലാണോ അളക്കുന്നത് ആ കപ്പിൽ തന്നെ ഇതുപോലെ അളവെടുത്താൽ മതി. അതിനുശേഷം നമുക്ക് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെണ്ണ ചേർത്ത് കൊടുക്കാം. നമ്മൾ വെണ്ണ എത്ര ചേർത്ത് കൊടുക്കുന്നോ അതിനനുസരിച്ച് നല്ല ക്രിസ്പായിട്ട് വരും. നമ്മുടെ പക്കോട നല്ല സ്വാദുള്ളതായിരിക്കും. പിന്നെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിൽ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂടുതലോ കുറവോ ആയിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ആവശ്യത്തിനനുസരിച്ച് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത ശേഷം നമുക്കതിലേക്ക് പിന്നീട് കായത്തിൻ്റെ വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കായം വെള്ളത്തിൽ കുതിർത്ത ശേഷം അതാണ് ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കായപ്പൊടി 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം എല്ലാം കൂടെ ഒന്ന് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് ഇത് കുറച്ചായിട്ട് വെള്ളമൊഴിച്ച് ഒരു മാവ് തയ്യാറാക്കി എടുക്കണം. നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴയ്ക്കുന്ന പോലെ മുറുക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ കുഴയ്ക്കുന്ന അതേ പരുവത്തിൽ നമുക്കിത് മാവ് തയ്യാറാക്കി എടുക്കണം. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ നമ്മുടെ മാവ് റെഡിയായി. ഇത് നമുക്ക് ആ മുറുക്കൊക്കെ ഉണ്ടാക്കുന്ന ആ നാഴിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മുറുക്ക് പിഴിയുന്ന നാഴി അതിലേക്ക് ഇട്ടിട്ട് നമുക്ക് ചൂടായ എണ്ണയിൽ ഇതുപോലെ പിഴിഞ്ഞ് കൊടുക്കണം. പിഴിഞ്ഞ് കൊടുത്ത ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് നമുക്ക് വറുത്തെടുക്കാൻ. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുത്തിട്ട് നമുക്ക് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. മറിച്ചിട്ട് കൊടുത്തിട്ട് 2 സൈഡും നല്ല ക്രിസ്പായി വരുമ്പോൾ നമുക്കത് എണ്ണയിൽ നിന്നും മാറ്റാവുന്നതാണ്. നമ്മുടെ റിബൺ പക്കോട റെഡിയായി. നിങ്ങളെല്ലാവരും തീർച്ചയായും ഇത് ഉണ്ടാക്കി നോക്കണം. വളരെ ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാൻ. ഇനി നമ്മൾ അടുത്തതായിട്ട് കാണാൻ പോകുന്നത് ഒരു മധുരമാണ്. ഇത് വ്യത്യസ്തമായ ഒരു മധുരമാണ്. നമുക്ക് ക്യാരറ്റ് മൈസൂർ പാക്ക് നമ്മളെല്ലാവരും ഉണ്ടാക്കാറുണ്ട്. ഇത് ക്യാരറ്റും ചേർത്തിട്ടുണ്ടാക്കുന്ന ക്യാരറ്റ് മൈസൂർ പാക്ക് നല്ല സ്വാദാണ് ഇതിന്. നമുക്കതിന് ക്യാരറ്റ് 4 എണ്ണം എടുത്ത് തോല് കളഞ്ഞ് നല്ലപോലെ കഴുകി മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കണം. കുറച്ച് വെള്ളം ചേർത്ത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക. നമുക്ക് ക്യാരറ്റിൻ്റെ പ്യൂരി 1 കപ്പ് വേണം. 1 കപ്പ് ക്യാരറ്റ് പ്യൂരിക്ക് നമുക്ക് 1.5 കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കണം. കടലമാവ് ഇതുപോലെ 1.5 കപ്പ് എടുത്ത ശേഷം അത് ചെറുതീയിൽ വെച്ച് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. നല്ലൊരു മണം വരുന്നത് വരെ കരിഞ്ഞു പോകാതെ ഒന്ന് വറുത്തെടുക്കണം. മീഡിയം ഫ്ലെയിമിലോ ചെറുതീയിലോ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് വെച്ച് കരിയാതെ വറുത്തെടുക്കണം. നല്ലൊരു മണം വരുമ്പോൾ നമുക്കത് പാത്രത്തിൽ നിന്ന് മാറ്റി ഒന്ന് തണുക്കാനായിട്ട് വയ്ക്കാം. അത് തണുത്ത ശേഷം നമുക്കതിലേക്ക് 1 കപ്പ് റീഫൈൻഡ് ഓയിലോ സൺഫ്ലവർ ഓയിലോ മണമില്ലാത്ത എണ്ണയായിരിക്കണം. നമ്മുടെ കടലെണ്ണയോ വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ അതൊന്നും ചേർക്കരുത്. ഇത് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് വെക്കണം. പിന്നെ ഒരു പാനിലേക്ക് 2 കപ്പ് പഞ്ചസാര, അതായത് 1 കപ്പ് ക്യാരറ്റ് പ്യൂരി, 1.5 കപ്പ് കടലമാവ്, 2 കപ്പ് പഞ്ചസാര. 2 കപ്പ് പഞ്ചസാരയും ചേർത്ത് നമുക്കതിലേക്ക് ക്യാരറ്റ് പ്യൂരിയും ചേർത്ത് പിന്നെ അതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നല്ലപോലെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇത് തിളച്ച് നമുക്ക് ഒരു ഒറ്റക്കമ്പി പാകത്തിൽ വരണത് 1 സ്ട്രിങ് കൺസിസ്റ്റൻസി അതുവരെ നമുക്കിത് തിളപ്പിച്ചെടുക്കണം. 1 സ്ട്രിങ് കൺസിസ്റ്റൻസി എത്തിയാൽ പിന്നെ നമുക്കതിലേക്ക് മാവ് ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഇതിന് 1 കപ്പ് നെയ്യും കൂടി ആവശ്യമുണ്ട്. ഇപ്പോൾ 1 സ്ട്രിങ് കൺസിസ്റ്റൻസി എത്തി. അതിലേക്ക് നമുക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കടലമാവ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് ഇളക്കി നല്ലപോലെ യോജിപ്പിച്ച് നമ്മൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. നമ്മൾ ഈ 1 കപ്പ് നെയ്യ് 3 ഭാഗമായിട്ട് ചേർത്ത് കൊടുക്കണം. ആദ്യം കുറച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് നന്നായി
ഇളക്കിക്കൊണ്ടേയിരിക്കണം. പിന്നീട് അത് കുറച്ച് കട്ടിയായി വരുമ്പോൾ വീണ്ടും രണ്ടാമത് നെയ്യ് ചേർത്ത് കൊടുത്ത് നമുക്ക് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. പിന്നെ ഇതൊക്കെ നല്ലപോലെ ഒന്ന് കട്ടിയായി വരുമ്പോൾ നമുക്ക് മൂന്നാമതും നെയ്യ് ചേർത്ത് കൊടുക്കാം. ബാക്കിയുള്ള നെയ്യ് അതും ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചു കൊണ്ടിരിക്കുക. ഇതൊക്കെ നല്ലപോലെ വെന്ത് നമുക്ക് ഇതിലൊക്കെ നല്ല എയർ ബബിൾസ് വന്ന് നല്ല തിക്കായിട്ട് മാവൊക്കെ ഒന്ന് പൊങ്ങി വരാൻ തുടങ്ങും. അതാണ് ശരിയായ പാകം. അതുവരെ നമുക്കിത് അടുപ്പിൽ വെച്ച് ഇളക്കിക്കൊണ്ടേയിരിക്കണം, കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ ഏകദേശം ഇത് തയ്യാറാവാറായി. നല്ലപോലെ ഇത് കട്ടിയാവാൻ തുടങ്ങിക്കഴിഞ്ഞു. നല്ലപോലെ ഇതൊക്കെ നല്ലപോലെ തിളച്ച് പൊങ്ങി വരും. അതാണ് ശരിയായ പരുവം ഇതിൻ്റെ. ആ പരുവത്തിൽ നമ്മൾ ഇറക്കി കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മൈസൂർ പാക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് നല്ല രുചിയുള്ള മധുര പലഹാരങ്ങൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. കുറച്ചൊന്ന് മെനക്കെടണമെന്ന് മാത്രം. ഇപ്പോൾ ഇത് ഏകദേശം തയ്യാറാവാറായി. നല്ലപോലെ കട്ടിയാവാൻ തുടങ്ങിയത് നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. കുറച്ചും കൂടെ ഒന്ന് നല്ലപോലെ തിളച്ച് പൊങ്ങി വരുമ്പോൾ നമുക്കിത് വേറെ പ്ലേറ്റിലേക്ക് മാറ്റണം. നെയ്യ് തടവിയ പ്ലേറ്റിലേക്ക് മാറ്റണം. കൈവിടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അത് നല്ലപോലെ കട്ടിയായിട്ട് മാവൊക്കെ നല്ലപോലെ ഒന്ന് പൊങ്ങി വരുന്നുണ്ട്. നമുക്ക് നിറയെ എയർ ബബിൾസും കാണാൻ പറ്റും. അതാണ് ഇതിൻ്റെ ശരിയായ പരുവം. ഇപ്പോൾ ഇതിൽ നമുക്ക് നെയ്യ് തടവിയ പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്കിത് ഒന്ന് ചെറു ചൂടായി ഉള്ളപ്പോൾ തന്നെ നമുക്കിത് കട്ട് ചെയ്ത് വെക്കണം. ഒന്ന് ഇതുപോലെ കത്തി വെച്ച് നമുക്ക് ഓരോന്ന് വരയിട്ട് കൊടുക്കാം. അതിനുശേഷം ആറിയ ശേഷം മാത്രം നമുക്ക് പാത്രത്തിൽ നിന്നും മാറ്റിയാൽ മതി. ഇപ്പോൾ നമ്മുടെ സ്വാദുള്ള കാരറ്റ് മൈസൂർ പാക്കും റെഡിയായി. നിങ്ങളെല്ലാവരും തീർച്ചയായും ഇത് ദീപാവലിക്ക് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കിയ ശേഷം അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും എൻ്റെ ദീപാവലി ആശംസകൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.